ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ? കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഞാൻ ഇന്നലെ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഇന്നാളേ പറഞ്ഞ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കമൻ്റ് ഇടത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ആളാണ്. വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞായിരുന്നു വിജി നാട്ടിൽ പോകുന്ന കാര്യം മറ്റുള്ളവരുടെ എന്തോ ഒരു വേട് പറഞ്ഞ് വിജി, കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷം മാറ്റി വയ്ക്കലെന്ന് അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ ഇത് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ പുള്ളിക്കാരിയെ ഓർത്തത്. പുള്ളിക്കാരി എൻ്റെ മനസ്സിൽ ഓർത്ത് പുള്ളിക്കാരി അന്ന് ആ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ ഇന്നലെ കമൻ്റ് ഇട്ട്, വിജി നാട്ടിൽ പോകുന്നതെന്ന് അറിഞ്ഞതിൽ വിജയക്കായി സന്തോഷം എനിക്കാ, ഞാനും നാട്ടിൽ പോകുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ചിന്തിക്കുക, എന്നെ സ്നേഹിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ചുരുക്കം ചിലരെ വന്ന് നമ്മുടെ അടുത്ത് ഇച്ചിരി കമൻ്റ് ഇടുന്നുണ്ട് എങ്കിലും വ്യൂസ് കുറവാണെങ്കിലും അവരെന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് തീർച്ചയാണ്. പല കാര്യങ്ങളിൽ എനിക്കത് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എപ്പോഴും നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ദൈവമേ, ഞാൻ ഇന്നലെ ഒരു മിനിറ്റേ അപ്പം ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ട്. എൻ്റെ ദൈവമേ, അത് നോർത്ത് ഇന്ത്യയിലോ വടക്കേ ഇന്ത്യയിലോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൽ, അതും കൊല്ലം സ്വദേശി എന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. 16 വയസ്സുള്ള പെൺകുട്ടി, 13 വയസ്സുള്ള അനിയൻ ചെറുക്കൻ. ഈ 16 വയസ്സുള്ള പെൺകുട്ടി പ്രഗ്നൻ്റായി, ഡെലിവറി കഴിഞ്ഞു. ഉത്തരവാദി ആരെന്ന് തിരക്കിയപ്പം 13-കാരൻ അനിയൻ കൊച്ച്. കാലം പോകുന്ന പോക്കെൻ്റെ ദൈവമേ, എനിക്ക് നിങ്ങളോട് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ കാലം പോകുന്നു. പണ്ടുള്ളവർ പണ്ടൊക്കെ നമ്മുടെ കാലമെന്നൊക്കെ പറയുന്നത്, നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പ ഒരു മിലിറ്ററി കാരനായിരുന്നു. പപ്പയുടെ കട്ടിലെ പോലും ഞങ്ങൾ പോയിരിക്കത്തില്ല, അത്രയ്ക്ക് പേടിയാണ് ഞങ്ങൾക്ക് പപ്പായ. അന്ന് നമ്മുടെ പേരൻസിനെയൊക്കെ ഒരു പേടി, ഒരു ബഹുമാനം, അവരോട് എന്താണ് നമ്മൾ പറയേണ്ടത്, അങ്ങനെ അവരുമായിട്ടൊരു മീൻസ് നമ്മുടെ കൂട്ടുകാരത്ത് പറയുന്ന ചില കാര്യം നമ്മുടെ പേരൻസിന് പറയും. പക്ഷേ അങ്ങനെ പേടിച്ച് നിൽക്കണമെന്നല്ല പറയാം. ഇപ്പം നമ്മൾ പറയും എന്തുണ്ടെങ്കിൽ നമ്മൾ മക്കളടുത്ത് പറയും നിങ്ങളെ അങ്ങോട്ടൊന്ന് പറയണമെന്ന്. പക്ഷേ ആ ഒരു തിങ്കിലല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേരൻസിനോട് ചില കാര്യങ്ങളിൽ പറയാൻ തന്നെ ഒരു നാണക്കേടില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, കാലം പോയി നോക്കും. ഇപ്പം ഓരോ പേരൻസും ജോലിക്ക് പോകുന്നു, മക്കളെ വീട്ടിലാക്കിയിട്ട് അവരുടേതായ രീതിയിൽ. ഇപ്പോൾ ഈ ഒരു കോവിഡ് വന്നു കഴിഞ്ഞ് പിള്ളേരെല്ലാം മൊബൈലിൻ്റെ അകത്ത് മൊബൈലിനിപ്പം ഒരു വീട്ടിൽ, നേരത്തേക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫോൺ പോലും ഇല്ലായിരുന്നു, ലാൻഡ് ലൈനായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 8 ഫോൺ കാണും. ഇപ്പം എൻ്റെ വീട്ടിലത്തെ അവസ്ഥയാണ് പറയുന്നത്. പഴയ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ച് ഇവർ കളിക്കാനൊക്കെ എടുക്കും. ഇപ്പം കുട്ടികൾ നശിച്ചു പോയാലും പേരൻസിന് കുറ്റം. പാവം പേരൻസ് ചിലപ്പോൾ ജോലിക്ക് പോകുന്നതായിരിക്കും. ഇവർ ഈ ഓരോന്ന് കാണുമ്പം വേറെ വേണ്ടാത്ത ഓരോ വീഡിയോകൾ അതിൻ്റെ അകത്ത് വരും. ഇപ്പോഴത്തെ 10 വയസ്സുള്ള കൊച്ചിനെ അറിയാൻ വയ്യാത്തത് എന്താ? ഇത് കേട്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയെന്നുള്ള ദൈവം, എങ്ങനെ മനുഷ്യർ ജീവിക്കും, എങ്ങനെ ഈ തലമുറകൾ വെളിയിൽ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തയാണ്. ഒരു വല്ലാത്ത ഒരു ന്യൂസായിപ്പോയത്. ഇതിനു മുമ്പേ ഞാൻ അതിൻ്റെ ഒരു ഹെഡിങ് കണ്ട്, 16-കാരിയുടെ പ്രസവത്തിൻ്റെ അതിനെപ്പറ്റി അതിൻ്റെ അമ്മ സംസാരിക്കുന്നു പറയുന്നത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കിയില്ല. ഒന്ന് നോക്കണം എന്തുവാന്നുള്ളത്. അതിലൊരു വല്ലാത്ത സംഭവം ഇപ്പോൾ. ഇനിയിപ്പം എന്തുവാ കാരണമെന്ന് ഇന്നലെ ഞാൻ കേട്ടത്. ഇന്നിനി ആ ഒരു ന്യൂസ് ഞാൻ കണ്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമുക്ക് കഴിയത്തുള്ളൂ. പ്രാർത്ഥനയാണ് വിജയം. ഏത് വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. അവിടെ നമുക്കൊരു സമാധാനം കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും ആത്മീയമായിട്ട് വളർത്തുക. നമുക്ക് പറയാം, കഴിവതും ചില കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷേ നമ്മൾ പേരൻസ് ചെയ്യേണ്ട കാര്യം പേരൻസ് ചെയ്യുക. എപ്പോഴും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോകണം. നമ്മളാ കഴിയുന്നത് നമുക്ക് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ എപ്പോഴും വേണം. ദൈവം അവർക്ക് വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ. ഇതിലേ പോ മക്കളെ എന്ന്. ഒരു പടുകുഴിയിലും ചെന്ന് ചാടാതിരിക്കാൻ നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിലൊക്കെ വിദ്യാഭ്യാസവും ഇതുള്ള നാട്ടിലാണ് ഈ സംഭവം.
കാരണം ഈ ഞാനങ്ങനെ പറയാൻ കാര്യം നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ എന്താ പറയുന്നത് ഈ ഒത്തിരി ഈ കാവേറിയകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളിടത്താണെങ്കിൽ പോട്ടെന്ന് പറയാം, വിവരം ഇല്ലെന്ന് പറയും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആർക്കാ ഇപ്പം വിവരം ഇല്ലാത്തത്, വിദ്യാഭ്യാസം ഇല്ലാത്തത്? ഓർക്കാൻ വയ്യ. ഓരോ ദിവസം എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം സ്ട്രോബെറി വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര പുളിപ്പനായിരുന്നെന്ന്. അപ്പോൾ പ്രീസമ്മോൻ ഒരാഗ്രഹം പറയും, മമ്മി എനിക്ക് സ്ട്രോബെറി മിൽക്ക് താന്ന്. അപ്പം ഞാൻ എൻ്റെ പൊട്ടു വിദ്യയ്ക്ക്, എൻ്റെ പൊന്നോ, എനിക്കറിയാവുന്ന ഞാൻ എന്തോ ചെയ്യുന്നോ, സ്ട്രോബെറി ഇതുപോലൊരു 4-5 കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് അതിൽ പാലിൽ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ആരും ചെയ്യരുതേ, പൊട്ടത്തരമായിപ്പോയി, ഫ്ലോപ്പായിപ്പോയി, എന്തെന്ന് വെച്ചാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു തണുത്ത പാലായിരുന്നു ഒഴിക്കേണ്ടത്. തണുത്ത പാലാകുമ്പോൾ അങ്ങനെ പറ്റത്തേ. ഇതൊരു ഇളം ചൂടുള്ള പാലായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഇതിങ്ങനെ, കാരണം ഈ സ്ട്രോബെറിയുടെ മണം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര, അത് പൊട്ടാന്നേലും പച്ചയാന്നേലും പുളിപ്പനാന്നേലും അതിന് ഭയങ്കര മണമാണ്. ഞാനങ്ങനെ അത് മിക്സിയിൽ അരച്ചിട്ട് ഇച്ചിരി പാല് ഒഴിച്ചപ്പോഴത്തേക്കിന് തൈര് പിരിയുന്നത് പോലെ അങ്ങ് പിരിഞ്ഞ്. കാരണം അതിൽ ആസിഡ് ഉണ്ടല്ലേ, അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്കങ്ങ് തോന്നുന്നു. പക്ഷേ മിൽക്ക് ഷേക്കൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പാലിൽ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലിൽ ചെയ്യുവാണെങ്കിൽ തണുത്ത പാലിലായിരിക്കും. ഇങ്ങനെ ചൂടുപാലൊഴിച്ചാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ എനിക്കിന്ന് നാരങ്ങയും ഡേറ്റ്സ് കൂടെയുള്ള അച്ചാറിടണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലികളെല്ലാം തീർക്കണം. ഇങ്ങനെ ഈ പെട്ടെന്ന് ജോലികളെല്ലാം തീർക്കണമെന്നുള്ള ദിവസം എന്തെങ്കിലും ഗുരുമാനം കാണുവാൻ എൻ്റെ ജീവിതത്തിലും. അന്നേരം പോൾമോൻ പ്രൈസമ്മോനെയും കൊണ്ട് പോയി നമ്മളില്ല ഈ മുറി ഇങ്ങനെ അടച്ചിട്ടേക്കുമല്ലേ. അപ്പം ഞങ്ങളൊന്ന് തുറന്നുടനെ ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുവാന്നല്ലേ, ആ കതക് തുറന്നതുമല്ല ഇല്ലേ പുക ഇങ്ങനെ എല്ലാം കൂടെ അവർ ഇതെല്ലാം ഡ്രില്ല് ചെയ്തു. ഈ സിമെൻറ്റ് ഭിത്തിയൊക്കെ ഇടിച്ചതിൻ്റെയൊക്കെ പൊടിയും എല്ലാം കൂടെ അവിടെ ഫ്രണ്ട് പാസേജിൽ നടന്നിട്ട് ഇങ്ങോട്ട് മുറി വന്നാൽ മുറി മൊത്തവും സിമെൻറ്റിൻ്റെ പൊടി. അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നെ ഞാൻ പറഞ്ഞ് പിള്ളേർക്ക് പറഞ്ഞ് മാസ്ക് ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. അതുപോലുള്ള ഒരു സഫോക്കേഷനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ചേന ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, ചേന തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് സവാളയും ഇതെല്ലാം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് കറിവേപ്പിലയും സവാളയും ആ വെളുത്തുള്ളി എല്ലാം കൊണ്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി ജീരകം ഇട്ടായിരുന്നേ, തേങ്ങ ഇട്ടിച്ച് മഞ്ഞപ്പൊടി ഇട്ട്, എന്നിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം, അഥവാ ചേന ചൊറിയുന്ന ചേനയാണെങ്കിൽ പണ്ട് എൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചേനയ്ക്കകത്ത്. ഇതിപ്പം ചൊറിയുന്നൊന്നും അല്ലായിരുന്നു, കുഞ്ഞൊരു നമ്മുടെ മീനിൻ്റെ അകത്തിടുന്ന പുളിയുണ്ടല്ലേ, അതിൻ്റെ ഒരു കഷ്ണം ചേർത്താലും മതി, അങ്ങനെ ചൊറിയത്തില്ല. അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ചേന ആയതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്ക് ഇന്ന് 8ൻ്റെ പണി കിട്ടിയെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി അവിടെ മൊത്തം പണിയായിരുന്നല്ലേ. അപ്പോൾ അവർ അത് പണിയെല്ലാം കഴിഞ്ഞിട്ട് വലിയ ഫോഴ്സിൽ ഈ മിഷ്യൻ്റെ ഇതുണ്ടല്ലോ, അവർ ഈ മിഷ്യൻ കൊണ്ട് കറണ്ടിൽ ഈ ഭയങ്കര ഫോഴ്സിൽ വെള്ളം ഈ കഥകയിലെല്ലാം അടിച്ച്. എന്നാൽ എന്നിട്ട് ഞാൻ കഥയെ കൊട്ടിട്ട് പറഞ്ഞു, വയ്യ സാവകാശം ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിനി നെക്സ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ വീടുകളിൽ പറഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന്. വെള്ളം ഈ കഥകിൻ്റെ ഇടയ്ക്കൂടെ വന്ന് ഞാൻ പെട്ടെന്ന് പോയി പഴയ തുണികൾ ഞാനിങ്ങനെ വെക്കും, അതെടുത്തുകൊണ്ട് വന്ന് അവിടെ ഇട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് വരും, മൊത്തം പൊടി സിമെൻറ്റാണ്. എനിക്കാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യവും വന്ന് എനിക്ക് ഈ സമയമില്ലാത്ത സമയത്ത്. പിന്നെ അതെല്ലാം ഞാൻ തുടച്ചെന്നിട്ട് ഞാൻ അങ്ങാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണമെന്ന്. അപ്പുറത്തെ ഞാൻ കഥ പറഞ്ഞാൽ അപ്പുറത്തെ റൂംകാരി തുണി കൊടുത്തിട്ട് പറഞ്ഞു അവനെ കൊണ്ട് തന്നെ തുടപ്പിക്കുന്നുണ്ട്. അല്ല, അവർക്കൊന്നും പറയാമായിരുന്നല്ലോ, ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പോഴത്തേക്കിനും അവിടെ എല്ലാം തുടച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചേനയൊക്കെ റെഡിയായി. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് കുഴഞ്ഞ് വെന്ത്. നേരത്തെ ഇവിടെ പോൾമോൻ കഴിക്കത്തില്ലായിരുന്നു, ഇപ്പം പക്ഷേ ഇവൻ കഴിക്കും. കാരണം ഇങ്ങനെ വേവുന്ന അവനിഷ്ടം. റേച്ചാൻ പക്ഷേ കഴിക്കത്തില്ല, ഞങ്ങൾ 3 കഴിക്കത്തുള്ളൂ. അപ്പം ചേനത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഹോളിലോട്ട് വന്നത് കാര്യം, അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു. അത്രയ്ക്ക് വലിയ സൗണ്ടിലാണ് കഥകയിലോട്ട് വന്ന് വെള്ളം അടിക്കുന്നത്. ഓളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരൊന്നും അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഞാനായതുകൊണ്ട് അത് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇതിനേക്കാൾ ഡബിൾ ജോലി ആയേനെ. ചേനത്തോരൻ കൂട്ടാത്തവർക്കും ഒരു തോരൻ വേണമല്ലോ. അപ്പം ഞാൻ പിന്നെ കാബേജ് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. കാബേജ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, റേച്ചാൻ എല്ലാവർക്കും. ഇപ്പം റേച്ചാൻ ചില സമയത്ത് രാത്രി വന്ന് ചോറാണ് കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കൂട്ടാനും മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവർക്കും സമാധാനം, സന്തോഷം. ഞാനേ ഉള്ളൂ മോരങ്ങനെ ഉപയോഗിക്കാത്തത്. അതുകൊണ്ട് മോരുകറി ഇരിപ്പുണ്ട്, കാബേജ് കൂടെ എന്നാൽ
കൂട്ടാൻ വെച്ചാൽ പിന്നെ എനിക്ക് നാരങ്ങയുടെ പുറകെ പോകണം. പിന്നെ തുണി ഇട്ടിട്ടുണ്ട്, തുണി വിരിക്കണം. എത്രയൊക്കെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വെച്ചാലും ജോലികൾ അങ്ങോട്ട് തീരുന്നില്ല എന്നുള്ള ഓരോന്ന്. എനിക്കിതെല്ലാം ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. നല്ലതുപോലെ വൈകിട്ട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുപ്പിച്ച് എൻ്റെ അച്ചാറുകളെല്ലാം തീർന്നിരിക്കുക. അപ്പോൾ ഓർഡർ വന്നുകൊണ്ടേ ഞാൻ ഇപ്പോൾ 2-3 അടുപ്പിച്ച് വേണത്. പക്ഷേ ഞാൻ അടുപ്പിച്ചുണ്ടാക്കിയില്ല. ഒന്നട വിട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാമെന്ന് വെച്ച്. അടുപ്പിച്ചാണെങ്കിൽ പിന്നെ ഞാൻ എണ്ണീക്കാൻ പറ്റത്തില്ല. ഈ ടെയിൽ ബോണിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഈ സ്പൈനലിൻ്റെയൊക്കെ അതുകൊണ്ടുള്ള പ്രോബ്ലം. അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആ ഈന്തപ്പഴം ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നാരങ്ങ ഈന്തപ്പഴം കൊണ്ടാണ് ഇടുന്നത് അച്ചാർ. പ്രോൺസ് ഒന്നും ഞാനിങ്ങനെ ഇട്ട് വെക്കത്തില്ല. ബീഫും മീനൊക്കെ കഴിഞ്ഞ ദിവസം ബീഫ് ഇട്ടു. അതൊക്കെ അർജൻറ്റ് ഇങ്ങനെ ആൾക്കാർ ഓർഡർ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഇടും. ഒത്തിരി പേരൊന്നും വാങ്ങിക്കാറില്ല. ചിലപ്പോൾ ആരെങ്കിലും അവർക്ക് ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഇത്ര വേണമെന്ന് പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അതിൻ്റെ കൂടെ പിന്നെ ഞാൻ അന്നേരം വീഡിയോയിൽ പറയും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണേന്ന്. അപ്പം ചിലരൊക്കെ പറയും 1/4 കിലോ അങ്ങനെ. അപ്പം ഞാനൊരു ചെയ്യും, നമ്മളിപ്പം 1 കിലോ 1/4 കിലോക്കാരാരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ ആ ഒരാൾ തന്നെ ഉള്ളെങ്കിൽ ഞാൻ പിന്നെ ഇടത്തില്ല കേട്ടോ. കാരണം നമുക്ക് ഒട്ടും അതിൽ ലാഭം കിട്ടത്തില്ല. നിങ്ങൾക്ക് തന്നെ എന്തിക്കാം, ഞാൻ 1/4 കിലോ പ്രോൺസ് വേണമെങ്കിൽ 1 കിലോ വാങ്ങിക്കണം. 1 കിലോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ 300-350 ഗ്രാം അച്ചാറേ കിട്ടത്തുള്ളൂ. അപ്പോൾ 1/4 കിലോ പോയി കഴിഞ്ഞാൽ 150 ഗ്രാം ഞാൻ വിൽക്കാനൊക്കത്തില്ലേ 150ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 കിലോയോ 3 കിലോയോ എങ്ങാനും ഇടുന്ന ഉടനെ ആൾക്കാരുടെ ഇതനുസരിച്ച് ഞാൻ ഇടും. നമ്മളിപ്പം പ്രോൺസ് വാങ്ങിച്ച് അതിൻ്റെ തോട് കളയുമ്പം തന്നെ 1 കിലോയിൽ 300-350 ഗ്രാം തോട് പോവും. ഞാൻ ആ കറിവേപ്പില ഇട്ടിട്ട് അടപ്പം കൊണ്ട് അടച്ച എന്താണെന്നോ, കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അടപ്പം കൊണ്ട് അങ്ങ് അടച്ചതാണ്. അപ്പം വെളുത്തുള്ളിയുടെയും വില കുറഞ്ഞിട്ടില്ല, 1/4 കിലോ 90 രൂപ തന്നെ. ഇഞ്ചിയുടെ ഒരു ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഇട്ട് വെച്ചാൽ ഇത് ഇപ്പം എൻ്റെ നാരങ്ങ തീർന്നു. ഇനിയും ചുമന്നതോട് ഇട്ട് വെക്കണം. അടുപ്പിച്ച് ഇടുന്നില്ല, ഒന്നട വിട്ടങ്ങാണോ ഇടാമെന്ന് വെച്ച്. കാരണം അടുപ്പിച്ചാണെങ്കിൽ പിന്നെ എൻ്റെ ഈ ടെയിൽ ബോണിനൊക്കെ ഭയങ്കര ഇതെത്രയും നമ്മൾ ഇരുന്ന് ഈ ഈന്തപ്പഴമൊക്കെ അരിയാനൊക്കെ ഒത്തിരി നേരം ഇരിക്കുമ്പോഴും എനിക്ക് കുഴപ്പമാണ്. നമ്മുടെ ടെയിൽ ബോണിനും ആ സ്പൈനലിനൊക്കെ ഭയങ്കര വേദനയാണ് ഒത്തിരി നേരം ഇങ്ങനെ നിവർന്നിരിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഒന്നട വിട്ടെടുക്കാമെന്ന് വെച്ച്. പിന്നെ ഈ വീട്ടിലെ പരിപാടിയും ഇതുകൂടെ ആകുമ്പം, അല്ലെങ്കിൽ ഇത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കൊച്ചുങ്ങളുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കിയിട്ട് വേണം, എല്ലാം ഒതുക്കിയിട്ട് വേണം എനിക്ക് ഈ അച്ചാർ പരിപാടി ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ 3 വർഷം കൊണ്ട് എന്നെ വിശ്വസിച്ച് എൻ്റെ നിന്നവർ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. ചിലർ വെളിയിലൊക്കെ ഉള്ളവരായിരിക്കും. അവർ നാട്ടിൽ വരുമ്പം നാട്ടിലോട്ട് വാങ്ങിക്കും. ഇവിടുന്ന് കൊറിയർ ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പം അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ പ്രൈസനൊക്കെ വൈകിട്ട് വന്നിട്ടൊന്നും അങ്ങനെ കഴിച്ചില്ല. അപ്പം ഞാൻ ആ മഖാന ഉണ്ടല്ലേ, അതിങ്ങനെ ഇത് പോപ്കോൺ പോലെ ഇരിക്കും. അവനൊന്ന് വറുത്ത് അന്ന് കഴിഞ്ഞ ദിവസവും തിന്നു, ഇപ്പോഴും വറുത്ത് കൊടുത്തോണ്ടേ അവന് ഇഷ്ടമായി, അവൻ കഴിച്ചു. അത് ചൂടാക്കുമ്പോൾ പോപ്കോൺ പോലെ കഴിക്കാം. അപ്പം ഞാൻ രാത്രിയിൽ എനിക്ക് കഴിക്കാൻ അന്ന് സൺഡേ അവൽ വാങ്ങിച്ചില്ലായിരുന്നു മലയാളി കടയിൽ നിന്ന്, ഈ ബ്രൗൺ കളറിലെ. അപ്പോൾ അത് ഇച്ചിരി തേങ്ങ ചെയ്തിട്ട് അവൽ നനച്ച് കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ അവൽ നനച്ചിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ കഴിക്കാൻ എടുത്തോണ്ടേ പ്രൈസും എടുത്തിരിപ്പുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞാൽ വൈകിട്ടൊന്നും വന്ന് കഴിച്ചില്ലെന്ന്, ഈ പോപ്കോൺ പോട്ടെ മക്കാന കഴിച്ചതേ ഉള്ളെന്ന്. അപ്പോൾ 1 സ്പൂൺ കൊടുത്തുടനെ വേണമെന്ന് പറഞ്ഞു. കാരണം ഇന്നാൾ ഞാൻ ഈ വെള്ള അവലിൻ്റെ അകത്ത് ഇതുപോലെ ഉണ്ടാക്കിയോണ്ടേ ഇവന്മാർ രണ്ടും കഴിച്ചില്ല. പക്ഷേ ഇതിനും ബ്രൗൺ ആയതുകൊണ്ടാണോ ആശാൻ വിശന്നിട്ടാണോ അറിയത്തില്ല, അവനത് ഇഷ്ടമായി. അപ്പം ഞാനിവിടെ ഇരിക്കുമായിരുന്നു, അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ ഈ അച്ചാറൊക്കെ ഇട്ട് ഇത്തിരി ക്ഷീണമുണ്ട് എനിക്ക്. തുണി മടക്കാൻ കുറച്ച് 3-4 തുണിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു, അത് കട്ടിലായിരിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് എപ്പോഴും നമ്മുടെ കൊതുകിൻ്റെ ബാറ്റും കാണും. കട്ടിലെ അതെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അവനവിടെ നിന്ന് കഴിച്ചു, ഞാനും കഴിച്ചു. ഞങ്ങളുടെ അത്താഴം ഇതായിരുന്നു. പിന്നെ ഞാൻ രാത്രിയിൽ
അച്ചാർ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചേക്കണേ. അത് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.